ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗത്ത് കണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒരു ഭീമാകാരമായ ചെങ്കൽ സ്മാരകം തലയുയർത്തി നിൽക്കുന്നതായി കാണാം. ഒരു വലിയ ചുവന്ന പാറ, ഉള്ളൊരു പാറ. അയേഴ്സ് റോക്ക് എന്ന പേരിലും ലോകം അറിഞ്ഞ ഈ വിസ്മയത്തെക്കുറിച്ചാണ്, ഉള്ളുരു എന്ന ഈ വിശുദ്ധ ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം, ഇതും കൂടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഉള്ളൊരു ഒരു മനോഹര വർണ്ണചിത്രം പോലെയാണ്. സൂര്യരശ്മികൾ കുളിച്ചു നിൽക്കുന്ന ഒരു ഭീമാകാരമായ ചുവന്ന പാറ. സൂര്യന്റെ അയനങ്ങൾ പല നിറങ്ങളിൽ കാണിക്കുന്ന മാന്ത്രിക പാറ കൂടിയാണത്. ഉള്ളൊരു പാറയുടെ ഉപരിതലത്തിലെ ഇരുമ്പിന്റെ ഓക്സൈഡ് അല്ലെങ്കിൽ സ്വാഭാവിക തുരുമ്പ് കാരണമാണ് ഈ പാറയ്ക്ക് ചുവന്ന നിറം ലഭിച്ചിരിക്കുന്നത്. ദിവസം മുഴുവനും സൂര്യപ്രകാശം വ്യത്യസ്ത കോണുകളിൽ പതിക്കുമ്പോൾ ഈ ഇരുമ്പിന്റെ അംശം പ്രകാശത്തെ പല വിധത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അതിരാവിലെയും വൈകുന്നേരവും പാറയ്ക്ക് ചുവപ്പ്, പിങ്ക്, പർപ്പിൾ നിറങ്ങൾ തോന്നും. ഉച്ചസമയത്തുള്ള നേരിട്ടുള്ള വെളിച്ചം പാറയെ തിളക്കമുള്ള ഓറഞ്ച് അല്ലെങ്കിൽ കടുത്ത മഞ്ഞ നിറത്തിൽ കാണിക്കുന്നു. പാറയുടെ ഘടനയും അന്തരീക്ഷ സാഹചര്യങ്ങളും ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇത് ഉള്ളുരുവിനെ ഓരോ നിമിഷവും നിറമാകുന്ന ജീവനുള്ള ഒരു ക്യാൻവസ് ആക്കി മാറ്റുന്നു. എന്നാൽ ഈ മണ്ണിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്ന അനംഗു പീപ്പിൾ അല്ലെങ്കിൽ അനംഗു ജനത, അവർക്ക് ഇത് വെറും ഒരു പാറയല്ല, ഇത് അവരുടെ പുണ്യഭൂമിയാണ്. ഓസ്ട്രേലിയൻ അബോറിജിനൽ സമൂഹത്തിന്റെ എല്ലാം വിശുദ്ധ ഭൂമിയാണ് ഉള്ളൊരു. നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പവർഫുൾ ആയിട്ടുള്ള ജിയോളജിക്കൽ പ്രോസസ്, ശക്തമായിട്ടുള്ള ഭൗമ പ്രക്രിയകളാണ് ഉള്ളുരുവിനെ രൂപപ്പെടുത്തിയത്. 55 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഷാലോ ഇൻലൻഡ് സീ അഥവാ ആഴം കുറഞ്ഞ ഒരു ഉൾക്കടൽ മാത്രമായിരുന്നു. സമീപത്തെ പീറ്റർമാൻ റേഞ്ചസ് അല്ലെങ്കിൽ പീറ്റർമാൻ മലനിരകളിൽ നിന്ന് കുതിച്ചെത്തിയ വെള്ളം മണൽത്തരികളെയും പാറക്കഷ്ണങ്ങളെയും അലുവിയൽ ഫാൻസ് അല്ലെങ്കിൽ ഏക്കൽ കുമ്പാരങ്ങളാക്കി ഇവിടെ നിക്ഷേപിച്ചു. കനത്ത സമ്മർദ്ദത്തിൽ പിന്നെ ഫെൽസ്പാ നിറഞ്ഞ ആ അവശിഷ്ടങ്ങൾ ആർക്കോസ് സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ ആർക്കോസ് മണൽ കല്ലുകളായി രൂപാന്തരം കൊണ്ടു. പിന്നീട് അതിഭീമമായിട്ടുള്ള ടെക്ടോണിക് ഫോഴ്സസ്, ഭൂഫലക ചലനശക്തികൾ ഈ പാളികളെ ഏകദേശം വേർട്ടിക്കലായി കുത്തനെ ഉയർത്തിക്കൊണ്ടുവന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കാറ്റും മഴയും വെയിലും ഏറ്റപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള റോക്ക് എല്ലാം ദ്രവിച്ചു പോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ മൊണോലിത്ത് ഏകശിലാസ്തൂപം മാത്രം അവശേഷിച്ചു. ഈ മഹാശിലയ്ക്ക് 348 മീറ്റർ മാത്രമാണ് നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ വലിയൊരു ഭാഗം ഭൂമിക്ക് അടിയിലാണ്. അത് ഒരു മഞ്ഞുമല പോലെ വളരെ കുറച്ച് മാത്രം നമുക്ക് ഇതിന് സർഫസിന് മുകളിൽ, ഭൂമിയുടെ മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. 348 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് ഐഫൽ ടവറിനേക്കാൾ പൊക്കമുണ്ടെന്ന് മനസ്സിലാക്കണം. പടങ്ങളിൽ കാണുമ്പോൾ ഒരു ചെറിയൊരു പാറ പോലെ തോന്നാമെങ്കിലും ഇതൊരു ഭീമാകാരമായിട്ടുള്ള പാറയാണ്. ചുരുക്കത്തിൽ ഉള്ളൊരു പാറ ലോകത്തിലെ ഏറ്റവും വിസ്മയകരവും പുരാതനവുമായിട്ടുള്ള ഭൗമരൂപീകരണങ്ങളൊന്നാണ്. ഉള്ളൊരു പാറയെ ചുറ്റിയുള്ള മരുഭൂമിയിൽ 30,000 വർഷങ്ങളിലധികമായി അനംഗു പീപ്പിൾ അല്ലെങ്കിൽ അനംഗു ജനത ജീവിക്കുന്ന പാരമ്പര്യമാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് ഈ ഭൂമി അവരുടെ ഉയിരിൻ്റെ കഥയാണ്. അവരതിനെ തുജുകുർപ്പ എന്ന് വിളിക്കുന്നു. ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ചുകുർപ്പ എന്നാണ്. അതിൻ്റെ അർത്ഥം സൃഷ്ടിയുടെ കാലം എഴുതിയ നിയമങ്ങളും ഐതിഹ്യങ്ങളും എന്നാണ്. ഉള്ളൊരു പാറയിൽ കാണുന്ന ഓരോ ലിഖിതങ്ങളും വിള്ളലുകളും ഗുഹകളും അവിടുത്തെ ആദിമ നിവാസികളുടെ സൃഷ്ടികഥകളുടെ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ ക്രിയേഷൻ സ്റ്റോറീസിൻ്റെ അടയാളങ്ങളാണ്. പാറകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കഥകൾ ഇവയാണ്. തെക്ക് ഭാഗത്തെ ചെങ്കൽ ഭിത്തിയിൽ കുനിയ എന്ന പാമ്പമ്മയും ലിറു എന്ന വിഷപ്പാമ്പും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥകളാണ് പ്രധാനമായും കാണുന്നത്. ഈ പോരാട്ടം അവിടെയുള്ളവർക്ക് ഹൃദയം കൊണ്ട് വായിക്കാൻ കഴിയുന്ന ധാർമ്മികമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. വടക്ക് ഭാഗത്ത് മാല ജനതയുടെ വിശുദ്ധ യാത്രയുടെ പാതകൾ ആണ് ആലേഖനം ചെയ്തിരിക്കുന്നത്.
ഈ പാതകൾ അവരുടെ പൂർവികരുടെ കാലത്തിലേക്കുള്ള വഴികാട്ടികളും അവരുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയുമാണ്. ഈ കഥകൾ വെറും മിത്തുകളല്ല, മറിച്ച് അനങ്കു ജനതയുടെ നിയമസംഹിതകളും ഭൂമിയുമായുള്ള അവരുടെ ആത്മീയ ബന്ധവും വ്യക്തമാക്കുന്ന പാരമ്പര്യങ്ങളുടെ കഥകളുമാണ്. ബ്രിട്ടീഷ് അധിനിവേശം സംഭവിച്ചതോടുകൂടി ഉലുരുവിൻ്റെ കഥ മറ്റൊന്നായി. യൂറോപ്യൻ പരിവേഷകർ 1800കളുടെ അവസാനത്തിലാണ് ഈ മണ്ണിലെത്തുന്നത്. 1873 വില്യം ക്ലോസ് ഈ പാറയെ അയേഴ്സ് റോക്ക് എന്ന് രേഖപ്പെടുത്തി. പിന്നീട് 1930കളോടെ കാറ്റൽ സ്റ്റേഷൻസ്, കന്നുകാലി വളർത്തൽ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു. 1950 ഈ പ്രദേശം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ ക്രമേണ ടൂറിസം വളർന്നപ്പോൾ ഉലുരുവിൻ്റെ മുകളിലേക്ക് ഒരു എക്സ്പീരിയൻസ് പോലെ ആൾക്കാർ മലകയറ്റം ആരംഭിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, ഈ പാത അനങ്കു പീപ്പിളിൻ്റെ മലപൂർവികളുടെ വിശുദ്ധമായിട്ടുള്ള പാതയായിരുന്നു. ഈ ഒരു മലകയറ്റവും മറ്റു കാര്യങ്ങളും അനങ്കു പീപ്പിളിൻ്റെ അനങ്കു ജനതകളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു. ചുരുക്കത്തിൽ അവരുടെ പുണ്യഭൂമി അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ 1976 അബോറിജിനൽ ലാൻഡ് റൈറ്റ്സ് ആക്ടിൻ്റെ കരുത്തിൽ അനങ്കു ജനത തങ്ങളുടെ ജന്മഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടം തുടങ്ങി. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഒക്ടോബർ 26, 1985 അത് സംഭവിച്ചു. ഉലുരു നാഷണൽ പാർക്കിൻ്റെ ഉടമസ്ഥാവകാശം ഔദ്യോഗികമായി അനങ്കു എൽഡേഴ്സിന് കൈമാറി. പക്ഷെ പിന്നീട് അനങ്കു ജനത ഈ ഭൂമി 99 വർഷത്തേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ലീസിന് നൽകി. നേരത്തെ പറഞ്ഞ പോലെ ഉലുരു ഓരോ ഋതുവിലും നിറം മാറുന്ന പ്രകൃതിയുടെ മാന്ത്രികനാണ്. മഴ പെയ്യുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകിയിറങ്ങും. പുലരിയിൽ കത്തുന്ന ചുവന്ന പ്രകാശം, സന്ധ്യയിൽ വയലറ്റ് വർണ്ണം. ഈ പാറയ്ക്ക് ചുറ്റും ഒരു വനം. അവിടെ ധാരാളം അപൂർവങ്ങളായ മരങ്ങളും ചെടികളും പിന്നെ ധാരാളം മൃഗങ്ങളും വസിക്കുന്നു. കാംഗറൂസ്, ബേർഡ്സ്, പലതരത്തിലുള്ള സ്നേക്സ്. അങ്ങനെ ഉലുരു പാറ ഇന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഉലുരു വെറും ഒരു ശിലയല്ല, ഇതൊരു മഹത്തായ കഥയുടെ കാവൽക്കാരനാണ്. ഭൂമിയുടെ പ്രാചീന ചരിത്രവും അനങ്കുവിൻ്റെ അനശ്വരമായ സംസ്കാരവും തമ്മിലുള്ള അപൂർവ സംഗമം. ഉലുരു നമ്മൾ പഠിപ്പിക്കുന്നത് ഭൂമിയുമായിട്ടുള്ള ബന്ധം ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അല്ല, അതൊരു ആഴത്തിലുള്ള ആത്മീയ ബന്ധമാണ്. ഇവിടെ കാറ്റ് വീശുമ്പോൾ ശ്രദ്ധിച്ച് കാതോർത്താൽ ഈ മണ്ണിലൂടെ നടന്ന നൂറുകണക്കിന് തലമുറകളുടെ കഥകൾ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് കേൾക്കാൻ കഴിയും. ഉലുരു ഓസ്ട്രേലിയയുടെ ഹൃദയം മാത്രമല്ല, അത് ഈ ഭൂമിയുടെ ഓർമ്മയാണ്, അതിൻ്റെ ആത്മാവാണ്, അതിൻ്റെ കാലം മായ്ക്കാത്ത യാത്രയാണ്. നന്ദി.